ഹായ് ഹലോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കുറേ അധികം വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ ചറവറ വാരി ഇടുന്നുണ്ട്. കുറച്ച് ദിവസം ഞാൻ മറ്റേ മലയുടെ മുകളിലോട്ട് ചാടിക്കയറുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഡെയിലി ഇടാമെന്നൊക്കെ വിചാരിച്ചാണ്. അതവസാനം പട്ടി പണി ആയിപ്പോയി. കാരണം ഞാൻ എൻ്റെ കുറച്ച് പ്രശ്നങ്ങളുടെ ഇതിൻ്റെ പുറകെ പോയി. പിന്നെ അത് നേരെ ഇടാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ വേറെ കുറേ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്ത് വീഡിയോ ഇടാനൊക്കെ നോക്കി, അതും നടന്നില്ല. അവസാനം മൂഞ്ചി കുത്തി ഇപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരിപ്പാണ് ജോലി. പിന്നെ കൂടെ ഉള്ളവരൊക്കെ ഓരോ വഴിക്ക് പോയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്കായെന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും. എനിക്ക് ചില സമയത്തൊക്കെ ചില ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നും. കാരണം അവരുടെ കൂടെ സംസാരിക്കാനാണെങ്കിലും എപ്പോഴും ഈ കൂടെ ഇരിക്കാനൊക്കെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടാകും. കുറച്ചധികം ആൾക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ, കുറഞ്ഞൊരു 3 പേരെങ്കിലും ഒരു ഫ്രണ്ട് സർക്കിളിലുണ്ടാവും. എനിക്കും അങ്ങനെ ഒരു ചെറിയ രീതിയിലൊരു ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെപ്പോഴൊക്കെയോ പല പല വഴിക്കായെന്ന് പറയാം. ഇപ്പോൾ ഏകദേശം ഒറ്റയ്ക്കായൊരു മൂഡിലാണ്. പിന്നെ അധികം ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പം ചെയ്യുന്നതായിട്ടുള്ള പണികളും ഓരോ ദിവസത്തെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ശരിക്കും പറഞ്ഞാൽ തകിടം മറിഞ്ഞ് കിടക്കുകയാണെന്ന് പറയാം. എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ ഒന്നും കരപറ്റുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. ഈ എന്തു പറയുകയാണ്, എനിക്ക് ഈ വലിച്ചു വാരി സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയത്ത്. അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടെ ഇടയിലൊക്കെ പോയി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മടുത്തൊരവസ്ഥയാണ്. ഒറ്റയ്ക്കിരിക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത്. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പലതും പകുതിക്ക് വെച്ച് പോകുന്നതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇത്. എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. പല കാര്യങ്ങളും പലതും ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഓരോ രീതിയിലാണ് ഓരോ ചിന്തകൾ പറഞ്ഞത്. ഇന്ന് ഇത് ചെയ്യാം, ഇന്ന് ഇത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയോ ചെയ്യാമെന്നുള്ള മൈൻഡിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പരിപാടിയും നടക്കുന്നില്ല മെയിനായിട്ട്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ഒരു സമയം വരെ നമ്മുടെ കൂടെ നിൽക്കാനും കളിക്കാനും അല്ലെങ്കിൽ നമ്മൾ എന്ത് പരിപാടിക്കും കൂടെ നിൽക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒറ്റയ്ക്കായി മാറുന്നൊരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് ശരിക്കും നമ്മൾ എന്താണെന്ന് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടുകാരാണെങ്കിലും ശരി തന്നെ, അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അവരവരെ കാര്യങ്ങൾ നോക്കിപ്പോകും. അവസാനം നമ്മൾ ഒറ്റയ്ക്കായി മാറുന്നൊരു അവസ്ഥയുണ്ട്. ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിക്കും പറഞ്ഞാൽ പൈസയാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പൈസ ഉണ്ടാക്കാനാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സമാധാനം ഇതിനിടയ്ക്കൊരു പോയിൻ്റുണ്ട്. ഈ സമാധാനം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പൈസ മാത്രമല്ല, ഈ കുറച്ച് ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോഴും ചില സമയത്ത് സമാധാനം തോന്നും. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നു, മൈൻഡിൽ എന്ത് തോന്നുന്നു ആ പരിപാടിയുടെ പുറകെ പോകുന്നു എന്നതല്ലാതെ പ്രത്യേകിച്ചൊരു പരിപാടികളും ഉണ്ടാവുന്നില്ല. എനിക്ക് ഈ സിനിമയിൽ ക്യാമറാമാൻ ആവണം എന്നതായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഒരു 20 വയസ്സ് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേരിൽ 15 വയസ്സ് മുതൽ തുടങ്ങിയതായിരുന്നു. ഈ തട്ടത്തിൻ മറയത്ത് സിനിമ കണ്ട് തീർന്നപ്പോഴത്തേക്കുമാണ് എനിക്കൊരു സിനിമയിലേക്കൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ തോന്നിയത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ട് എറണാകുളത്തൊക്കെ പോയി. അങ്ങനെ അവിടെ കുറച്ച് പണികളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ചേട്ടനായിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി പരിപാടികളൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം നേരെ ഞാൻ അങ്ങനെ പല രീതിയിലും ആ സമയത്ത് ഫേസ്ബുക്കിലും ഇവിടെ ഓരോ സിനിമയുടെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ ആ സിനിമയിലെ ക്യാമറാമാനൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഈ കൊറോണ കാലത്തിന് മുമ്പും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കുറച്ചധികം നല്ല രീതിയിലുള്ള ഷോർട്ട് ഫിലിമുകളാണെങ്കിലും 1-2 മ്യൂസിക്കൽ ആൽബം ആണെങ്കിലും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇല്ലയെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു പടവും ചെയ്തായിരുന്നു, ഒരു ചെറിയൊരു ഓഫ് ബീറ്റ് പടം ചെയ്തായിരുന്നു. പിന്നെ ചില സമയത്തൊക്കെ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഡൗട്ട് ആയിരുന്നത്. പിന്നെ എപ്പോഴൊക്കെയോ ഒരു പോയിന്റിൽ മനസ്സിലായി നമ്മളെക്കൊണ്ടും പറ്റും. പക്ഷെ നമ്മളതിനായിട്ട് നമ്മുടെ കൂടെ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതും നമ്മുടെ കൂടെ കറക്റ്റായിട്ടുള്ളൊരു സമയത്ത് വരുവാണെങ്കിൽ
അത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അതിന് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, നമ്മളത് വെയിറ്റ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ എനിക്ക് പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും സിനിമ എന്ന് പറഞ്ഞത് ചെയ്യണമെന്ന് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അസിസ്റ്റ് ചെയ്ത് തുടങ്ങിയ കാലം എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷം മുമ്പെയാണ്. പക്ഷേ എനിക്കിപ്പോഴും അസിസ്റ്റ് ചെയ്യണതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ആയിട്ട് ഓരോ ദിവസം വന്നുകൊണ്ട് ഓരോ അപ്ഡേഷനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ വേറൊരു ക്യാമറാമാൻ്റെ കൂടെയോ, അതിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതൊക്കെ നമുക്കത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പല പണികളും എടുക്കുന്നുണ്ട്. ഇപ്പം നാട്ടിൽ വന്ന് നിന്നിട്ടാണെങ്കിലും ഒരു രീതിയിലുള്ള വില ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ പല പണികളും എടുക്കാനായിട്ട് നിൽക്കാറുണ്ട്. സൊമാറ്റോ ഓടാൻ പോയിട്ടുണ്ട്, സ്വിഗ്ഗി ഓടാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോകും. കാരണം അതെല്ലാം ഇപ്പോഴും ആക്റ്റീവാണ് എൻ്റെ ഇതിൽ. പിന്നെ വെഡ്ഡിങ് എടുക്കാനായിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്, വെഡ്ഡിങ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ കമ്പികെട്ട് വെച്ചാൽ വാർക്കപ്പണിക്ക്, അതിൻ്റെ പണിക്ക്, എല്ലാ പണിക്കും പോകുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റായിട്ട് എനിക്ക് സിനിമയിൽ ക്യാമറാമാൻ ആവണമെന്ന് തന്നെയാണ്. അത് വെച്ച് എനിക്കൊരു ഭാവി ബിൽഡ് ചെയ്ത് പോകണമെന്നാണ്. എന്തൊക്കെയോ സാഹചര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ, അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ ഓക്കെ, ഇന്നിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനായിട്ട് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഇതെടുക്കണമെന്ന് എനിക്ക് തോന്നി, പറയണമെന്ന് തോന്നി. അപ്പോൾ ഓക്കെ.